ഇന്ന് നമ്മൾ പഴമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കൊപ്രപ്പുട്ട് അല്ലെങ്കിൽ അണ്ടിപ്പുട്ട് എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. കാഷ്നട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കപ്പലണ്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് കൊപ്രപ്പുട്ട് എന്നൊക്കെ പറയാം, കാരണം തേങ്ങയൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഉപ്പിലാണ് ഈ കപ്പലണ്ടീനെ വറുത്തെടുക്കുന്നത്. നന്നായിട്ട് വറുക്കാൻ പറ്റും. തീയൊക്കെ നല്ല കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഉള്ളു വേവാണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും വരാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷമയോടുകൂടെ കുറേ സമയം ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ചട്ടി വെച്ച്, ഓട്ടടേൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത്. അത് വെച്ചിട്ട് നമ്മളതിനെ അരിയൊക്കെ നന്നായി കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. അങ്ങനെ അരി നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കണം. അതിന് തേങ്ങ ചിരകിയിട്ടോ അല്ലെങ്കിൽ കഷ്ണം മുറിച്ചിട്ടോ ഒക്കെ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒക്കെ 1 by 1 ആയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ശർക്കരയും തേങ്ങയും കൂടെ വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ശർക്കര നന്നായിട്ട് അരയാൻ പറ്റില്ല. ശർക്കരയുടെ അച്ചിയാണെങ്കിൽ നല്ല കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ മിക്സി പണി തരും. അങ്ങനെ ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ സ്നാക്സൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിലും ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം.